നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പി.സി. ജോർജിനെതിരായ നടപടി ആവശ്യത്തിൽ കേരള കോൺഗ്രസ് തീരുമാനം നടപ്പാക്കുകയാണ് മുന്നണി മര്യാദയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബാർ കോഴയിൽ 3 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ കേസ് ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചു. മാണിക്കെതിരായ കേസിൽ വിവേചനമുണ്ടെന്ന് പലർക്കും പരാതിയുണ്ട്. AGയെ വിമർശിച്ച TN പ്രതാപനോട് വിശദീകരണം തേടും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം. തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പാർട്ടി അവിടുന്ന് കത്ത് തന്നിട്ടുണ്ട്. പാർട്ടി കത്ത് തന്നു കഴിഞ്ഞാൽ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. KM മാണിക്കെതിരെ കേസെടുത്തത് നിയമപരമായും ധാർമ്മികമായും ശരിയല്ലെന്ന അഭിപ്രായമുണ്ട്. മാണിയെ പ്രതിയാക്കാനുള്ള തീരുമാനം അന്വേഷണ സംഘത്തിൻ്റേത് മാത്രമാണ്. രാഷ്ട്രീയം മാത്രമല്ല, നിയമവൃത്തങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷേ അവിടെയാണ് ഈ അന്വേഷണത്തിൻ്റെ നിഷ്പക്ഷതയും അന്വേഷണത്തിന് ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ വ്യക്തതയും മനസ്സിലാക്കുന്നത്. മാണിക്കെതിരെ ഒരു തെളിവോ മൊഴിയോ ഇല്ല. ഏതോ ഒരു കാസറ്റ് കൊടുത്തു. കാസറ്റിനകത്ത് എന്താ ഉള്ളത്? യാതൊന്നുമില്ല. അപ്പം ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷേപങ്ങൾ പറഞ്ഞ് അഴിമതിയുടെ സാഹചര്യം സൃഷ്ടിച്ച് ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താൻ പറ്റുമോ എന്നാ നോക്കുന്നത്. നടക്കില്ല. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ബിജു രമേശിന്റെ തന്ത്രമാണ്. തെരഞ്ഞെടുപ്പ് വരെ ആരോപണങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ്. അവരും ഈ നാഥനില്ലാത്ത ആരോപണങ്ങളുടെ പുറകെ പോകേണ്ട ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ബാർ കേസിൽ അഡ്വക്കേറ്റ് ജനറലിനെതിരെ വിവാദ പരാമർശം നടത്തിയ TN പ്രതാപനോട് വിശദീകരണം ചോദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശ്രീ പ്രതാപൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ശ്രീ പ്രതാപനോട് വിശദീകരണം ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. KM മാണി കുറ്റം ചെയ്തു എന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് R. ബാലകൃഷ്ണപിള്ള. മാണിയേക്കാൾ അയോഗ്യതയുള്ളവർ ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായി. കിങ് പിൻ ആരാണ് എന്ന് മാണി വെളിപ്പെടുത്തണം. ഈ സർക്കാരിന് തുടരാനുള്ള അവകാശമില്ല. മന്ത്രി K. ബാബുവിനെതിരെയും ക്വിക്ക് വെരിഫിക്കേഷൻ വേണം. ഇതുപോലെ തീവെട്ടിക്കൊള്ള നടത്തിയ മറ്റൊരു മന്ത്രിസഭയില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇപ്പോൾ ശ്രീ R. ബാലകൃഷ്ണപിള്ള ടെലിഫോൺ ലൈനിൽ. ശ്രീ R. ബാലകൃഷ്ണപിള്ള, മാണിക്കെതിരെ ബിജു രമേശ് ഉന്നയിച്ച ആരോപണം തെളിയിക്കുന്ന ഒരു തെളിവ് പോലും ഇന്നുവരെ ആരും അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിട്ടില്ല എന്നാണ് താങ്കൾ തെളിവ് നൽകിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറയുന്നത്. അത് ശരിയാണോ? തെറ്റാണെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയോട് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന് ഇപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഇന്നത്തേന് ശേഷം ഉമ്മൻചാണ്ടിയോട് അറിഞ്ഞുകൊണ്ടാണ് മാണിയുടെ അടുത്ത് ആളിനെ പറഞ്ഞയച്ചതും ഇവരോട് മാണിയുടെ കാണണമെന്ന് പറഞ്ഞതും ഒക്കെ ഉമ്മൻചാണ്ടി ആവുന്നു. ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല. അതാ ഉമ്മൻചാണ്ടി ഇന്ന് കേസിന്റെ വിധി പറഞ്ഞില്ലേ, മാണിക്കെതിരായിട്ട് ആരും തെളിവ് കൊടുത്തിട്ടില്ല, ധാർമ്മികമായും മറ്റതും അനുസരിച്ചും ശരിയല്ല. ഇന്ന് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ തെളിവെടുക്കുമ്പോൾ ഏതെങ്കിലും പ്രകാരം തെളിവെടുത്ത് ഇവര് ന്യായമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത് അവർക്കിതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയും രമേശും ഒന്നും സമ്മതിക്കില്ല. ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ 5 കൊല്ലം ഇരിക്കണമെന്നുള്ള മിനിമം പരിപാടിയിലാണ് ഉമ്മൻചാണ്ടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ, ധാർമ്മികമായും നിയമപരമായും മാണിക്കെതിരായി കേസെടുത്തത് ശരിയല്ലെന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ താഴെ ഇരിക്കുന്ന പോലീസുകാര് അത് തള്ളി മാണിയുടെ പേര് തെളിവുണ്ടെങ്കിലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുകയില്ല. പിന്നെ ഉമ്മൻചാണ്ടിയുടെ നീതിനിഷ്ഠയൊക്കെ ഇപ്പൊ കണ്ടു. കേരള കോൺഗ്രസ് മാണിക്ക് 8 MLA ഉള്ളതുകൊണ്ട് മാണിയുടെ പാർട്ടി പറഞ്ഞാൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ബാലകൃഷ്ണപിള്ള ചെയർമാനായ കേരള കോൺഗ്രസ് B പറഞ്ഞാൽ 1 MLA ഉള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ശ്രീ R. ബാലകൃഷ്ണപിള്ള, KM മാണി അഴിമതി നടത്തി എന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ KM മാണിക്കെതിരെ കേസെടുത്തതിൽ ഇതിലെല്ലാം ഭിന്നാഭിപ്രായമുണ്ട്. കേസെടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായം രാഷ്ട്രീയ വൃത്തത്തിലും നിയമവൃത്തങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ശക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇന്ന് താങ്കൾ മൊഴി നൽകിയ ശേഷം പുറത്തു വന്നപ്പോൾ പറഞ്ഞു രമേശ് ചെന്നിത്തലയെ അപകടപ്പെടുത്താനുള്ള ഒരു നീക്കം ഉമ്മൻചാണ്ടി സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന്. മാണിക്കെതിരെ കേസെടുക്കാൻ അതിന് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്, അത് വേഗതയിലാക്കിയത് എല്ലാം രമേശ് ചെന്നിത്തലയായിരുന്നു. അതിനെ ന്യായീകരിച്ച് നിയമസഭയിലും പുറത്തും സംസാരിച്ചതും അത് തെറ്റായിപ്പോയി എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ
അങ്ങനെ കേസെടുക്കണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? അല്ല, അതിപ്പോ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന പ്രകാശേ. രാഷ്ട്രീയം വളരെ ക്ലിയർ അല്ലേ? അതായത് അതിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കാണ്. ഇപ്പം രമേശ് ചെന്നിത്തല ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ഗ്രൂപ്പ് വഴക്കാണ് ഇതിന്റെ പുറകിലുള്ളതിലൊരു സംശയമില്ല. ഉമ്മൻചാണ്ടി നീതിപരമായി ഒന്നും ചെയ്യുന്ന ആളല്ല. ഇരട്ടത്താപ്പാണ് ഉമ്മൻചാണ്ടിക്ക്. പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറയുന്ന ആരും വിശ്വസിക്കും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കെ എം മാണി തെറ്റുകാരനല്ലെന്ന് കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ മാത്രം തെറ്റാണ്. 99.9% പേരും കേരള കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാണി കാശ് മേടിച്ചു, പക്ഷെ ഞങ്ങൾക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഈ TV വന്നിരുന്ന് പ്രസംഗിക്കുന്നവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കെ എം മാണി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന ഒരു കാര്യം പ്രകാശ് ആലോചിക്കണം. ഞാൻ ഉമ്മൻചാണ്ടിയോട് ബിജു രമേശ് പറയുന്നതിന് 1 മാസം 3 ദിവസം മുമ്പ് ഈ ആരോപണം ബിജു രമേശിനേക്കാൾ തെളിവുകളോടുകൂടി ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി അതിന് മറുപടി പറയത്തില്ല. ബിജു രമേശ് പറഞ്ഞതിന് ശേഷം ബാലകൃഷ്ണപിള്ള പറഞ്ഞില്ലെന്നാണ് പുള്ളിയുടെ വാദം. ഇപ്പോഴും പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനല്ലേ ഇത് ആദ്യമായിട്ട് ഉന്നയിച്ചത്. അത് ആർക്കാ അറിഞ്ഞുവിടാത്തത്? ഉമ്മൻചാണ്ടിയെ വീട്ടിൽ കണ്ട് 28-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം ഗണേശനും ഞാനും ഞങ്ങളുടെ ഒരു സെക്രട്ടറിയായ മനോജ് കുമാറും ചേർന്ന് ഈ കാര്യങ്ങൾ മണിക്കൂറുകൾ വിശദീകരിച്ചു. അപ്പൊ ആരോപണം അറിഞ്ഞില്ലെന്ന് പറയാനൊക്കെ എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഡിനേ ചെയ്തില്ല. അന്ന് PC ജോർജിനറിയാം, മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്ക് പലർക്കും അറിയാം. ഞങ്ങളതിനു ശേഷം ക്ലിഫ് ഹൗസിൽ കൂടിയപ്പോ, ബാറുകാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയപ്പോ എല്ലാവരോടും ഞാൻ സംസാരിച്ചവർക്കൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി പറയുന്നത് എന്തുകൊണ്ട് ബിജു രമേശ് പറയുന്നതിന് 1 മാസം 4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിക്കാനാണെങ്കിൽ അന്ന് അന്വേഷിക്കണ്ടേ? പക്ഷെ എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താ ലിമിറ്റേഷൻ? നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അന്ന് മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പുറത്തു പോയി പറയാൻ അന്ന് പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നീട് ഞാനിത് എഴുതി കൊടുത്തു. ഇത് മാത്രമല്ല, വേറെ ധാരാളം എഴുതി കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഉമ്മൻചാണ്ടി പറയുന്നത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ശരിയല്ല. ഉമ്മൻചാണ്ടി വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത ആളാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കെ എം മാണി അഴിമതി നടത്തി എന്ന കാര്യം താങ്കളോട് പറഞ്ഞത് 2 മന്ത്രിമാരാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആരാണ് ആ 2 മന്ത്രിമാർ? അത് പറയത്തില്ലല്ലോ ഞാൻ. ഒരു കാരണവശാലും പറയും. എന്നോട് രഹസ്യമായി പല കാര്യങ്ങളും ഷാപ്പുകാർ പറഞ്ഞില്ല. ഇന്ന് ഇത് ചെയ്തില്ല എന്ന് പറയുന്ന ഷാപ്പുകാരുണ്ടല്ലോ. അല്ല, ഷാപ്പുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, 2 മന്ത്രിമാർ, ഈ മന്ത്രിസഭയിലെ 2 പേർ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് പറയുകയാണ് കെ എം മാണി ബാർകാരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന്. അതാണല്ലോ ഏറ്റവും വലിയ തെളിവ്. അതാരാണ് ആ 2 മന്ത്രിമാർ? ഞാൻ പോലീസിനോട് പറഞ്ഞ എന്താണെന്ന് നിങ്ങളാരും കേട്ടില്ല, എനിക്കെങ്കിലും അറിയാവുന്നേ. അതായത് ഇത് കുഴച്ചത് പിന്നെ കെ എം മാണിയുടെ ഈ ബാറുകാര്യം കുഴച്ചത് കെ എം മാണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരാ? മന്ത്രിമാരുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഇന്ന് ഈ ഷാപ്പുകാരുൾപ്പെടെ പലരും എന്നെ കണ്ട് കാശ് കൊടുത്തെന്നും ഇത് മാണി ക്യാബിനറ്റ് വെച്ച് ഇത് മറിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഒരു കാരണവശാലും ഞാൻ പേര് പറയുകയില്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ചുരുക്കത്തിൽ ഇത്രയും ദിവസം ബിജു രമേശ് ബാറുകാർ തമ്മിൽ നടന്ന സംഭാഷണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ കെ ബാബുവും ആരോപിക്കുന്നത് പോലെ ബാറുകൾ നഷ്ടപ്പെട്ടതിൻ്റെ പുറത്തുള്ള ഒരു വ്യവസായിയുടെ ദുഃഖത്തിൻ്റെ പേരിൽ എല്ലാം തെളിവ് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഇന്ന് ആദ്യമായി ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ, ഈ കാര്യം UDF-ൽ പലരോടും ചർച്ച ചെയ്ത 2 മന്ത്രിമാർ തന്നെ താങ്കളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയ കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് വിജിലൻസിന് മൊഴി കൊടുക്കുകയാണ് കെ എം മാണിയുടെ കാര്യത്തിൽ. അങ്ങനെ മൊഴി കൊടുത്തതിന് ശേഷം പോലും ഉമ്മൻചാണ്ടി ബോധ്യപ്പെട്ട ഒരു മൊഴിയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് പുറത്ത് പറയണമെങ്കിൽ എന്തായിരിക്കും? ഇതിൽ കുറ്റപത്രം നൽകുകയോ അല്ലെങ്കിൽ കെ എം മാണിക്കെതിരായ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോവുകയോ നീതിപൂർവമായ ഒരു തീർപ്പിലെത്തുകയോ ഉണ്ടാവുമോ? ഇല്ലല്ലോ, ഒരു സംശയമില്ല പ്രകാശേ. നീതിപൂർവമല്ല ഒരു തീരുമാനവും ഉണ്ടാകത്തില്ല. കാരണം ആദ്യം തന്നെ മാണി, അതായത് ക്വിക്ക് വെരിഫിക്കേഷൻ വിട്ടതിന്റെ പിറ്റേ ദിവസം എറണാകുളത്ത് കൂടി യോഗത്തിൽ, ഞങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു യോഗത്തിൽ UDF പിന്തുണ പ്രഖ്യാപിക്കുകയും മാണി തെറ്റ് ചെയ്തില്ല എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇത് പറയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ 5 കൊല്ലം മുഖ്യമന്ത്രി എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം കൂട്ടാൻ വേണ്ടിയാണ്, അല്ല വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ മിനിമം പരിപാടി അതാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കെ എം മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ, കെ എം മാണിക്കെതിരെ FIR ഇടുമ്പോൾ അന്ന് അതിനെ ന്യായീകരിച്ച ആളുകൾ
ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യമെടുക്കാം. ഇപ്പോൾ കെ ബാബുവിനെതിരെ അന്വേഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് മാണിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. അങ്ങനെ വരുമ്പോൾ കെ എം മാണിയുടെ കേസ് കെ ബാബുവിൻ്റെ കേസുമായി തട്ടിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് ഇത് അവസാനിപ്പിക്കുന്നതിലേക്ക് പോകുന്നതിനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? അത് ഒരു കാര്യം ആലോചിക്കണം. ഉമ്മൻചാണ്ടിയല്ല, രമേശ് ചെന്നിത്തലയല്ല, ആര് പറഞ്ഞാലും കോടതിയുടെ പരിഗണനയിൽ വന്ന കേസാണ് കെ എം മാണി ഒന്നാം പ്രതിയായിട്ടുള്ള കേസ്. ആ കേസ് ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാൽ സാധിക്കില്ല. അത് കോടതിയിൽ പോകും, ആളുകൾ കോടതിയിൽ പോകും. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് മാറുമ്പോഴെങ്കിലും ഇത് വീണ്ടും റിവൈവ് ചെയ്യേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ബാബുവിന്റെ കാര്യത്തിൽ എടുത്തിച്ചാൽ ബാബു ആദ്യം മുതൽ തന്നെ ഈ കൈസ മേടിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് ഷാപ്പ് കോൺട്രാക്ടർമാര്. അത് അന്വേഷിക്കുകയില്ല. ബിജു രമേശിന്റെ 164 പോലും അന്വേഷിക്കുകയില്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ സോളാർ കേസിന്റെ സമയത്ത് ചില സാമ്പത്തിക ഇടപാടുകൾ സർക്കാരിന് വേണ്ടി നടത്തിയത് ബാറുകാരാണ് എന്ന ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു, പല സ്ഥലത്തും പണം കൊണ്ട് കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കെ ബാബുവിനെ കുറിച്ച് താങ്കൾ തന്നെ ഈ TV-യിൽ നേരത്തെ പറഞ്ഞിരുന്നു, പിറവം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൈസ കളക്ട് ചെയ്ത കാര്യം, അതുപോലെ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരാൾ പൈസ കളക്ട് ചെയ്ത കാര്യം. ഇത് വ്യക്തിപരമായി ഇവർ കളക്ട് ചെയ്തതാണോ, അതോ മുഖ്യമന്ത്രിക്ക് ഈ പണം ശേഖരിച്ചതും അല്ലെങ്കിൽ മുഖ്യമന്ത്രി വഴി ഇതിൻ്റെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതുകൊണ്ടാണോ ഈ കേസ് എങ്ങനെയും അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത്? ഏതായാലും മുഖ്യമന്ത്രിക്ക് ഈ പിരിവുകളും ഈ കൊടുത്ത കാര്യങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതെല്ലാം അറിയാം. സോളാർ കേസിന്റെ സമയത്ത് ഏത് പണമാ കൊടുത്ത് സെറ്റിൽ ചെയ്തൊന്നും എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യമൊന്നും ഞാൻ പറയത്തില്ല. എനിക്കറിയില്ല. സോളാർ കേസിന്റെ കാര്യത്തിൽ പണം കൊടുത്തെങ്കിൽ അത് കൊടുത്തത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാനും കൂടെ മുന്നണിയിലുള്ള കാലത്താണ്. എനിക്ക് മുന്നണിയിൽ ഇരിക്കുന്ന കാലത്തുണ്ടായ ഞാൻ ഇടപെടാത്ത ഒരു കാര്യത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ മറ്റു കാര്യത്തിലോ ഒന്നും ഞാൻ തയ്യാറല്ല. മുന്നണിയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, ഞാൻ മുന്നണിയിലുണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്തുകൾ, ഞാൻ മുന്നണിയിലുണ്ടായിരുന്നപ്പോൾ UDF-ന്റെ യോഗത്തിൽ 1-2 യോഗങ്ങൾ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അവിടെ നിൽക്കുക. വ്യക്തമാണ്. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ഇതിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നല്ലോ. കാരണം കെ എം മാണിയുടെ കേസുമായി ബന്ധപ്പെട്ട് അത് ഒരു മന്ത്രിക്കെതിരായിട്ട് ഉയർന്ന ആരോപണം, അതിനെക്കുറിച്ച് വിജിലൻസ് നടത്തുന്ന അന്വേഷണമാണ്. അപ്പോൾ വിജിലൻസ് മാനുവൽ മാറ്റിവെച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കണം എന്ന നിലയിൽ വച്ച നിർദ്ദേശം ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറയുകയാണ് ഒരാൾ പോലും ഈ അന്വേഷണ സംഘത്തിന് മാണിക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം മൊഴി കൊടുത്തതിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുക ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസെടുത്ത് തെറ്റായിപ്പോയി എന്ന അഭിപ്രായം രാഷ്ട്രീയത്തിലും നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലെല്ലാം ശക്തമാണ് എന്ന് അഭിപ്രായപ്പെടുക, അത് തെറ്റായിപ്പോയി എന്ന് പറയുക, ബാബുവിനെതിരെ അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുക, ഇത് ഒരേ കേസ്, ഹൈക്കോടതി പറഞ്ഞ ആ കേസിൻ്റെ തുടർച്ച തന്നെയാണല്ലോ. ഇത് ശരിയായ രീതിയാണോ മുഖ്യമന്ത്രി ഈ കേസിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? അല്ല, മുഖ്യമന്ത്രി തീർത്തും ഔചിത്യരഹിതമായി സംസാരിക്കുന്നു എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഭരണഘടനയെ അടിസ്ഥാനമാക്കി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി ആ പദവി വഹിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് ഒരു യുക്തിയുള്ളത്, നിയമപരമായ പിൻബലമുള്ളത്? വിജിലൻസ് മാനുവലിലെ നിർദ്ദേശങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് അന്വേഷണ വിവരങ്ങൾ മന്ത്രിമാരുൾപ്പെടെ ആരെയും അറിയിക്കാതെ സ്വതന്ത്രമായി നിർഭയം കെ എം മാണിക്കെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ള ഒരു കേസിലാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് അതിൽ അടിസ്ഥാനമില്ല, തെളിവില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു കാര്യങ്ങളും പരസ്യപ്പെടുത്തരുത് എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വിജിലൻസിനുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നു, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ കോടതിയുടെ നിയന്ത്രണത്തിലും കോടതിയുടെ നിർദ്ദേശമനുസരിച്ചും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആ സ്വതന്ത്രമായ അന്വേഷണത്തിന്റെ ഫലം വരുന്നതുവരെ കാക്കാതെ ആരോപണ വിധേയനായ തന്റെ സഹമന്ത്രിയെ കുറ്റവിമുക്തനാക്കാൻ ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി കാണിക്കുന്ന വ്യഗ്രത, അത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമായിരിക്കാം, പക്ഷെ നിയമപരമായി അത് അങ്ങേയറ്റം തെറ്റാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കോടതി എന്ത് പറഞ്ഞാലും വിജിലൻസ് സംഘത്തിന് മുകളിൽ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ VS അച്യുതാനന്ദൻ നൽകിയ
പരാതിയിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അതുപോലെ കെ ബാബുവിൻ്റെ കാര്യം വളരെ പരസ്യമായി ബിജു രമേശ് പറഞ്ഞതാണ്. ഇതിലൊന്നും ഒരു പ്രാഥമിക അന്വേഷണം പോലും വേണ്ട എന്ന തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമത്തെ ബഹുമാനിക്കുന്നു എന്ന് തുടർച്ചയായി പറയുന്ന ഉമ്മൻചാണ്ടിയും ഈ സർക്കാരും ഈ അഴിമതിയെ വെള്ളപൂശാൻ വേണ്ടി അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുകയല്ലേ? അത് എല്ലാം നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ എന്ന് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട്. പക്ഷേ ഏത് നിയമത്തിൻ്റെ വഴിയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്കറിയില്ല. സംസ്ഥാനത്തെ നിയമമന്ത്രിയാണ് കെ എം മാണി. അദ്ദേഹം പറയുന്നു ഇവിടെ 2 തരം നീതിയും 2 തരം നിയമവും ഉണ്ട് എന്ന്. ഒന്ന് മാണിക്ക് ബാധകമാകുന്നത്, മറ്റൊന്ന് കെ ബാബുവിനും കൂട്ടർക്കും ബാധകമാകുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ കേരള നിയമസഭയിലുണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ ഒരു കൂട്ടം MLA-മാർക്ക് ഒരു നിയമം, മറ്റൊരു കൂട്ടർക്ക് വേറൊരു നിയമം. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിയമവ്യവസ്ഥയെയും നിയമതത്വങ്ങളെയും രാഷ്ട്രീയമായ സദാചാരബോധത്തെയും സാമാന്യ മര്യാദകളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുതന്ത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ മാണിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹം വരാൻ കാരണം കെ ബാബുവിനെതിരെയും ആക്ഷേപം വന്നപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു വ്യഗ്രത ഉണ്ടായിരിക്കുന്നത്. ദയവായി തുടരുക. കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ MLA, രമേശ് ചെന്നിത്തല വളരെ ന്യായീകരിച്ച ഒരു നടപടിയാണ് കെ എം മാണിക്കെതിരായ VS അച്യുതാനന്ദൻ്റെ പരാതിയിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതും അതിനുശേഷം FIR ഇട്ടതും. ലളിതകുമാരി വേഴ്സസ് UP സർക്കാരിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കെ എം മാണി, ജോസഫ് വാഴക്കൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. ശ്രീ പ്രതാപൻ, PC ജോർജിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ മറ്റൊരു കാര്യം അതാണ്. മുന്നണിയിൽ ഒരു പാർട്ടി ഒരു നിലപാട് മുന്നോട്ട് വച്ചാൽ അത് നടപ്പാക്കുക മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. തിങ്കളാഴ്ച PC ജോർജിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുന്നണി മര്യാദ അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണ് ശരി. പക്ഷേ മുന്നണി മര്യാദ അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാകുമ്പോഴും ഇവിടെ സംഭവിച്ചിരിക്കുന്ന കുഴപ്പം രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് കാണിക്കേണ്ട ഒരു സാധാരണ നീതി ഒരു ഭാരവാഹിക്ക് കൊടുക്കാതെ വളഞ്ഞ വഴിയിലൂടെ അത്തരമൊരു നിർദ്ദേശം UDF നേതൃത്വത്തിന് മുമ്പാകെ വെക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ശ്രീ PC ജോർജ് മുന്നണി നേതൃത്വത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു സംവിധാനവുമായിട്ട് തുടർന്നു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് UDF-ൽ തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളെ ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് മുന്നണി നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന മുന്നണി നേതൃത്വമാണ് ശ്രീ കെ എം മാണിയുടെ പാർട്ടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അതെല്ലാം നിങ്ങളുടെ പാർട്ടിക്കകത്തെ നിങ്ങളുടെ പാർട്ടിയുടെ ലയനവുമായി ബന്ധപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു മുന്നണിയുടെ നേതൃത്വം, ഒരു പാർട്ടിയുടെ നേതൃത്വം മുന്നണി നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടി വഹിച്ചുകൊണ്ടിരുന്ന ചീഫ് വിപ്പ് ചുമതലയിൽ നിന്ന് PC ജോർജിനെ ഒഴിവാക്കണം. UDF-ൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആളുകളിൽ ഇനി PC ജോർജിനെ പങ്കെടുപ്പിക്കരുത്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് മുന്നണിയുടെ മര്യാദ അനുസരിച്ച് ഒരു പാർട്ടി ഈ രീതിയിലൊരു കത്ത് നൽകിയാൽ അത് നടപ്പാക്കുക എന്ന ചുമതല മാത്രമാണ് മുന്നണി നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കാനിരുന്നതാണ്, പക്ഷേ തിങ്കളാഴ്ച അതിൽ തീർപ്പുണ്ടാകും എന്ന്. നിങ്ങളുടെ പാർട്ടിക്കകത്തെ പ്രശ്നം നിങ്ങളുടെ പാർട്ടിക്കകത്തെ പ്രശ്നമാണ്. അത് മുന്നണി നേതൃത്വത്തിന് അറിയാൻ കഴിയുക, ചെയ്യാൻ കഴിയുക ആ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. അതെടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ആ പാർട്ടി എടുത്ത തീരുമാനം മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന്റെ പിറ്റേ ദിവസം തന്നെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്തുമായി മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ആളാണ് ശ്രീ PC ജോർജ്. അന്ന് ആ രാജിക്കത്ത് അദ്ദേഹം കൈപ്പറ്റാതിരുന്നതിന്റെ പ്രധാന കാരണമായി ഞങ്ങൾ കരുതുന്നത് ഇത്തരമൊരു ആവശ്യം മുന്നണി നേതൃത്വത്തിന്റെ മുമ്പാകെ ഉന്നയിച്ചപ്പോൾ ചില രാഷ്ട്രീയ മര്യാദകൾ പാലിക്കപ്പെടേണ്ടതായിരുന്നു എന്ന ബോധ്യം ഈ മുന്നണി നേതൃത്വത്തിനുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല എന്ന്
വ്യക്തമായ തിരിച്ചറിവ് മുന്നണി നേതൃത്വത്തിന് ഉള്ളത് കൊണ്ടാണ് അന്ന് ശ്രീ PC ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് മുന്നണി നേതൃത്വം കൈപ്പറ്റാതിരുന്നത്. മുഖ്യമന്ത്രിക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്. മുഖ്യമന്ത്രി കൊണ്ടുപോയ രാജിക്കത്ത് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ള ആവശ്യം ഉയർത്തിയ ആ രീതി ഒരു സംഘടനാ മര്യാദ, ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കപ്പെട്ടിട്ടല്ല എന്നെ മുന്നണി നേതൃത്വം ഉറച്ചു ശ്രീ പ്രതാപൻ, അന്ന് നിങ്ങൾ രാജിക്കത്ത് കൊണ്ടുപോയ ദിവസത്തെ രാഷ്ട്രീയമല്ല ഇന്നുള്ളത്. അതിനുശേഷം കോൺഗ്രസിലെ 3 മന്ത്രിമാർക്കെതിരെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിരിക്കുന്നു. KM മാണിയോട് മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന അഭിപ്രായം KM മാണി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആന്റണി രാജു പരസ്യമായി ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ KM മാണി പറയുന്നു, അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ്, ഞങ്ങളൊരു കത്ത് നൽകിയിട്ടുണ്ട്, ഇന്ന് ആ തീരുമാനമെടുത്തില്ലെങ്കിൽ നാളെ തീരുമാനമെടുക്കും. ആ ഭീഷണിക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ വഴങ്ങുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അന്ന് പൂഞ്ഞാറിലേക്ക് PC ജോർജ് കൊണ്ടുപോകുന്ന ആ ചീഫ് വിപ്പിൻ്റെ കാർ അത് തിങ്കളാഴ്ച തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. എന്റെ പ്രകാശേട്ടായി ചീഫ് വിപ്പിന്റെ സ്ഥാനം തന്നെ എന്ത് വലിയ മുഴുത്ത സ്ഥാനമാണെന്ന് അറിയാമല്ലോ. അത് എത്ര നാൾ ഉപേക്ഷിക്കാമെന്ന് PC ജോർജ് പറഞ്ഞു. പക്ഷെ മാണി സാറിന്റെ ഇപ്പോഴത്തെ നിലപാടിന് ആര് വിശ്വസിക്കാൻ? മാണി സാറിന്റെ ഈ നിലപാട് ഇതിന്റെ 100-1 ആത്മധൈര്യത്തോടുകൂടി ബിജു രമേശ് ആരോപണം ഉയർത്തിയ ഒക്ടോബർ 31 ശേഷമുള്ള ഏതാനും ദിവസത്തേക്ക് പോട്ടെ, ഏതാനും ആഴ്ചത്തേക്ക് പോട്ടെ, ഏതാനും മാസക്കാലത്തേക്ക് ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുവാനുമായി മാണി സാറ് ഉണർത്തിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ ലോകത്തിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു വിഡ്ഢിത്തം വിളമ്പേണ്ടി വരുമോ? വ്യക്തമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ലളിതകുമാരി വേഴ്സസ് UP വിധി ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് KM മാണിക്കെതിരെ എടുത്ത നടപടി ന്യായീകരിച്ചപ്പോൾ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് അത് മാണിക്കെതിരെ കേസെടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായം ശക്തമാണ് എന്ന്? ശരിയായില്ല എന്നല്ലല്ലോ പറഞ്ഞത്, 2 അഭിപ്രായം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. തീർച്ചയായിട്ടും 2 അഭിപ്രായമുണ്ട്. പക്ഷെ വിജിലൻസ് അവരുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മാറ്റമനുസരിച്ചുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയി. രാഷ്ട്രീയ രംഗത്ത് 2 അഭിപ്രായം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നുകൊണ്ട് എനിക്കും അഭിപ്രായമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുക്കേണ്ടതില്ലായിരുന്നു. മാണി സാർ ഇതിനകത്ത് നിരപരാധിയാണ്, FIR ഇട്ട് അന്വേഷണത്തിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നമുക്കുള്ള ചിന്തയാണ്. പക്ഷേ വിജിലൻസ് അന്വേഷണ സംഘം അവർക്കുള്ള വിജിലൻസ് മാനുവൽ അനുസരിച്ച് അവരുടെ നടപടിക്രമം അനുസരിച്ച് അവരതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ സുപ്രീം കോടതി വിധിയും അതിനകത്തൊരു കാരണമായിട്ട് വന്നിട്ടുണ്ടാകാം. ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേസന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമുയർത്തിയപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കരുത് എന്ന അഭിപ്രായം ഉയർന്നപ്പോൾ അന്നൊന്നും തന്നെ KM മാണിക്കെതിരെ കേസെടുത്തതിനെക്കുറിച്ച് മറ്റൊരഭിപ്രായമുണ്ട് എന്ന് പുറത്തു പറയാത്ത മുഖ്യമന്ത്രി ഇന്ന് K ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ നിലപാട് മാറ്റുന്നത് തൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ? ആ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതിനകത്ത് ശരിയല്ല. അന്നും ഇന്നും എന്നും ഈ കാര്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ മേഖലയിൽ 2 അഭിപ്രായമുണ്ട്. ആ സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയുടെ ആയതുകൊണ്ട് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ പറയൂ ശ്രീ ജോസഫ് വാഴക്കൻ. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും വിവിധ സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും അവർക്കൊന്നും ഭരിക്കാൻ കഴിയാത്ത അവിടെ മന്ത്രിമാർക്ക് സ്വതന്ത്രമായും സത്യസന്ധമായും അവർ നടപടികൾ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ജോസഫ് വാഴക്കൻ, ഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ അതോ അഴിമതി നടത്താൻ കഴിയാത്ത സാഹചര്യമാണോ ഉണ്ടാവുക? ഭരിക്കുന്നതിന് എന്താണ് തടസ്സം? ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ഈ രീതിയിൽ ആളുകൾ ആരോപണം ഉന്നയിക്കുക, ആരോപണം ആരെക്കുറിച്ചും വെറുതെ ഉന്നയിക്കുന്നില്ലല്ലോ. പല മന്ത്രിമാരും പല നേതാക്കളും ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടല്ലോ, അവർക്കെതിരെ ഒന്നും ആരോപണം ഉയരുന്നില്ലല്ലോ. അപ്പോൾ ആരോപണം ഉന്നയിച്ചാൽ അന്വേഷണം നടത്തേണ്ടി വരും, അല്ലാണ്ട് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം എവിടെയാണ്? ഇപ്പോൾ ഒരു ഗവൺമെന്റ് വളരെ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കും, അത് ചില വിഭാഗങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കും. പക്ഷെ ഗവൺമെന്റിന് സമൂഹത്തിന്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നഷ്ടമുണ്ടാകുന്ന ആളുകൾ ആരെങ്കിലും കൂട്ടുപിടിച്ച് ഒരാരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന ആളുകളുടെ പേരിൽ അപ്പോൾ തന്നെ FIR ഇടണം, അന്വേഷിക്കണം എന്ന് പറയുന്നത് എത്രമാത്രം
പ്രായോഗികമാകും. അത് നാളുകളിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് അത് ഭരണത്തെ ബാധിക്കുമല്ലോ, അല്ലെങ്കിൽ ഭരണത്തെ ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രീ ജോസഫ് ആഴിക്കൻ, ഈ ഒരു നിലപാട് നമുക്കറിയാം. അന്നത്തെ കാര്യം ഓർത്തു നോക്കൂ. കെ എം മാണി പറഞ്ഞതാണ്, കെ എം മാണിയുടെ പാർട്ടിക്കാർ പറഞ്ഞതാണ്. അന്ന് ഈ ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ 3 മന്ത്രിമാർക്കെതിരെ കൂടി ആരോപണം ഉയർന്നപ്പോൾ പെട്ടെന്ന് ഈ ചിന്ത എവിടെ നിന്ന് വന്നു? ഈ പണം സമാഹരിച്ചതിൻ്റെ ഉത്തരവാദിത്വം അത് ഈ മന്ത്രിമാരെ കടന്ന് ആ ഭരണ കേന്ദ്രത്തിലേക്ക് തന്നെ നീങ്ങുമോ എന്ന ആശങ്ക ഉയർന്നപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ അഭിപ്രായം ഉയർന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഞങ്ങളതിന് തയ്യാറല്ല എന്ന നിലപാടെന്ന് സ്വീകരിച്ചാൽ മതിയായിരുന്നല്ലോ. സുപ്രീം കോടതിയുടെ ഒരു വിധി കിടക്കുമ്പോൾ അങ്ങനെ തയ്യാറല്ല എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? അതിന് നടപടിക്രമങ്ങളിൽ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം വിജിലൻസിനുണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോയി ഉണ്ടല്ലോ. താങ്കൾ അംഗീകരിച്ചല്ലോ. സുപ്രീം കോടതിയുടെ ഒരു വിധി കിടക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. എന്തുകൊണ്ട് കെ എം മാണിയുടെ കാര്യത്തിലുണ്ടായ അക്കാര്യം കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിലുണ്ടായില്ല? അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ 164 പിന്നെ എവിഡൻസ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴല്ലേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. ആ 164 സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അത് വിജിലൻസ് റിപ്പോർട്ട് വാങ്ങി അത് പരിശോധിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് പിന്നെ വ്യക്തമാണ്. നിങ്ങൾ ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ 3 മന്ത്രിമാരെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് കെ എം മാണി നോക്കുന്നു. എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഉമ്മൻചാണ്ടി നോക്കുന്നു.